ഹായ് ഹലോ എവ്രി വൺ. നമ്മളിന്ന് +1 ജേർണലിസത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ, സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. Communication in its simplest sense, it is the transmission of message or idea from sender to receiver. The sender may be a person or a group of persons who transfer thoughts or ideas to a destination. The destination may also be an individual or group who receive the messages. ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ? എന്താ സിമ്പിളായിട്ട് പറയുകയാണ് ഈ കമ്മ്യൂണിക്കേഷൻ? ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ നമുക്ക് സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് ബേസിക്കായിട്ട് വേണ്ടുന്ന എലമെൻറ്റ്സ് ഉണ്ട്. അതാണ് സെൻഡർ, മെസ്സേജ്, റിസീവർ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം, അത് റിസീവ് ചെയ്യുന്ന ഒരു റിസീവറും ഉണ്ടായിരിക്കണം. അതായത് ഒരു സെൻഡറിൽ നിന്ന് ഒരു മെസ്സേജ് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വളരെ ലളിതമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സെൻഡർ, ദ സെൻഡർ മേ ബി എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഇവിടെ സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാവാം. ഓക്കെ, റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളുകൾ, അല്ലേ? അതും ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാവാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികൾ പരസ്പരം ആശയവിനിമയം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യുന്നതിനെ നമുക്ക് ബേസിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ദെൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. Etymologically, the word derived from the Latin word communis, which means common. അതായത് എറ്റിമോളജിക്കൽ റൂട്ട് ഓഫ് ദി വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസ് എന്ന പദത്തിൽ നിന്നാണ്. അതായത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസ് എന്ന പദത്തിൽ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് കോമൺ, അതായത് പൊതുവായ എന്ന അർത്ഥത്തിൽ വരുന്ന കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു ടേം കൂടി ഇവിടെയുണ്ട്, എക്സ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് എക്സ് കമ്മ്യൂണിക്കേഷൻ? ഐസൊലേറ്റിംഗ് എ പേഴ്സൺ ബൈ ബാനിങ് ദ ചാൻസസ് ഓഫ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് എക്സ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്താണ് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഒരാളെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസസിൽ നിന്ന് ബാൻ ചെയ്തുകൊണ്ട് അയാളെ ഒറ്റപ്പെടുത്തുന്നതിനെ ആണ് നമ്മൾ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ പണിഷ്മെൻറ്റ് സിമിലർ ടു സോളിറ്ററി കൺഫൈൻമെൻറ്റ്, അല്ലേ? അതായത് ഇപ്പോൾ ഒരാളെ ജയിലിൽ അടയ്ക്കുന്നു, എന്തെങ്കിലും കുറ്റകൃത്യത്തിന് അയാളെ ജയിലിൽ അടയ്ക്കുന്നത് എന്താണ്? അയാളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ അയാളെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഡെയിലി ലൈഫിൽ ജീവിക്കാൻ ഭക്ഷണം വേണ്ടുന്ന പോലെ അല്ലെങ്കിൽ പാർപ്പിടം വേണ്ടുന്ന പോലെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, അല്ലേ? അതായത് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനുള്ളൊരു ആവശ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ നമുക്ക് പറയാം, ഹൗവർ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് കൺഫൈൻഡ് ടു ഹ്യൂമൻ ബീയിങ്സ് അലോൺ. ഓൾ ലിവിങ് തിങ്സ് കമ്മ്യൂണിക്കേറ്റ് ഇൻ വേരിയസ് വേസ്. ദ ഡാൻസ് ഓഫ് ബീസ് ഷോസ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഫ്ലവേഴ്സ് ഫ്രം ദി ഹൈവ്സ്. Pictures, texts, objects and anything and everything have something to tell us. In short, communication is an omnipresent activity. അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അല്ല. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ദ ഡാൻസ് ഓഫ് ബീസ് എന്ന് പറയുന്നത് അത് നടത്തുന്നൊരു കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിളാണ്, അല്ലേ? പക്ഷികളായാലും മൃഗങ്ങളായാലും മറ്റുള്ള ജീവജാലങ്ങളായാലും പരസ്പരം അവരുടേതായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല,
ലോകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Then communication is a continuous process since it never ends with the receiver. Rather, she or he continues the process through responses to the sender or further transmission of message to other people, or at least communicating it with himself or herself. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നു. ഇതൊരിക്കലും നിലയ്ക്കാത്തൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then being a complex activity, communication cannot be defined in simpler ways, focusing on its various aspects and elements. Scholars defined or conceptualized it in various terms. Okay, അതായത് ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റി തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു സെൻഡർ ഒരു റിസീവറിലേക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്ന ഒന്നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് സ്കോളേഴ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് സ്കോളേഴ്സ് ഈ കമ്മ്യൂണിക്കേഷനെ അവർ ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറച്ചുകൂടി ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നതാണ്. Firstly, Aristotle's concept of communication. Okay, Aristotle explained that communication comprises of 5 elements. Okay, the speaker, the speech, the audience, the occasion, and the effect. Based on his conceptualization, later scholars developed the following model of communication, which is still significant in explaining the process. Okay, അതായത് ഇവിടെ നിങ്ങൾ കാണുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്ച്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആ ഒരു ഡയഗ്രാമാണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷനെ 5 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷനകത്ത് 5 എലമെൻറ്റുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, ഇഫക്റ്റ്. അതായത് ഒരു പബ്ലിക് സ്പീച്ചിനെ മുൻനിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രസംഗം, അതായത് ആ ഒരു സിറ്റുവേഷനെ മുൻനിർത്തിയിട്ടാണ് ഇദ്ദേഹം കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു സദസ്സ്, അവിടെ ഒരാൾ പ്രസംഗിക്കുന്നു. അവിടെ സ്പീക്കർ ആണ് ആരെന്ന് പറയുന്നത്, സെൻഡർ എന്ന് പറയുന്നത്. സ്പീച്ച് എന്ന് പറയുന്നത്, അതായത് അയാൾ പറയുന്ന കാര്യം, അത് സ്പീച്ചാണല്ലോ, അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ ഒക്കേഷൻ ഉണ്ട്, അതായത് ഏത് കോണ്ടെക്സ്റ്റിലാണോ അദ്ദേഹം പറയുന്നത് അതിനെയാണ് ഒക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓഡിയൻസ്, ഓക്കെ, ആരാണോ അയാളുടെ മെസ്സേജ് സ്വീകരിക്കുന്നത്, അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇഫക്റ്റ്, അതായത് അതിൻ്റെ കോൺസിക്വൻസസ് എത്ര ഉണ്ട്, അതായത് അദ്ദേഹം നടത്തുന്ന ഒരു പബ്ലിക് സ്പീച്ച് ഒരാൾ നടത്തുന്നു, അത് ഒരു ഒക്കേഷനിലാണ് നടത്തുന്നത്, എന്തെങ്കിലും ഒരു ഒക്കേഷൻ കോണ്ടെക്സ്റ്റിലാണ് നടത്തുന്നത്, അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്, റിസീവേഴ്സ് ഉണ്ട്, അവരതിനെ എങ്ങനെ എടുക്കുന്നു, ഈ രീതിയിലാണ് അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്ച്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അടുത്തത് ലാസ്വെൽ ഫോർമുല. ഇൻ 1930s, അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഹാരോൾഡ് ഡ്വൈറ്റ് ലാസ്വെൽ ഡിസ്ക്രൈബ്ഡ് ദ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് ദി ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. അതായത് ലാസ്വെല്ലിൻ്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണ്, അദ്ദേഹം കമ്മ്യൂണിക്കേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ചില ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. ഹൂ സേസ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂം, വിത്ത് വാട്ട് എഫക്റ്റ്. ഓക്കെ, this comprehensive description of communication in question format is famously known as ലാസ്വെൽ formula of communication. അതായത് ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, ഏത് ചാനലിലൂടെ പറയുന്നു, ആരോട് പറയുന്നു, എന്ത് ഇഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ്, ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിനെ വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ താഴെ കാണുന്നതാണ് അതിൻ്റെ ഒരു ലാസ്വെൽ ഫോർമുലയുടെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹൂ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റർ ആണ്, അഥവാ സെൻഡർ ആണ്. സേസ് വാട്ട് എന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെസ്സേജാണ്. ഇൻ വിച്ച് ചാനൽ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. ടു ഹൂം എന്ന് പറയുന്നത് റിസീവറാണ്. വിത്ത് വാട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇഫക്റ്റാണ്. ഓക്കെ, അടുത്തത് ഡി വീറ്റോസ് ഡെഫിനിഷൻ.
Yet another modern communication scholar who provided a well accepted definition for communication is Joseph A. De Vito. Based on the conceptualization of Aristotle and the question formula of Laswell, De Vito defined communication as the act by one or more persons of sending and receiving messages, distorted by noise within a context with some opportunity for feedback. Okay, De Vito's definition is considered to have wide-ranging significance since it includes the elements like context, feedback, and noise or communication barrier. ഓക്കെ, ഡി വിറ്റോ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അരിസ്റ്റോട്ടലിൻ്റെയും അതുപോലെ തന്നെ ലാസ്വെല്ലിൻ്റെയും ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനെ അദ്ദേഹം കോൺസെപ്ച്വലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ദ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ്, അതായത് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ആളുകൾ ആശയങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുകയോ ചെയ്യുന്നു. അതിനകത്ത് നോയ്സ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്നിവയും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിനകത്ത് നോയ്സ് വരാം, അതായത് എന്തെങ്കിലും തടസ്സങ്ങൾ വരാം. അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റിനകത്തായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതായത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 എലമെൻസിനെയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. Okay, before going to further details of the process, let's now examine how humans acquired the means of communication. It was not a one-day miracle. It took millions of years to arrive at the present situation. Communication had evolved with the human evolution. അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒറ്റ സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, ഒരുപാട് പറഞ്ഞ പോലെ പരിണാമങ്ങളിലൂടെയാണല്ലേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിട്ടുള്ളത്. ഹ്യൂമൻസ് എന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് എന്തായിരുന്നു? അന്ന് ലാംഗ്വേജ് ഉണ്ടായിരുന്നോ? അവർ വേർഡ്സും ടെക്സ്റ്റുകളൊക്കെ ഏത് സമയത്താണ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഓക്കെ, The evolution of human communication has passed through the following stages to reach the present status. ഇന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേജസ് നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ആ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന്, ദ ഏജ് ഓഫ് സയൻസ്, ദ ഏജ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, ദ ഏജ് ഓഫ് റൈറ്റിംഗ്, ദ ഏജ് ഓഫ് പ്രിൻറ്റിംഗ്, ദ ഏജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റേജുകളിലായിട്ടാണ് ഇവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ പറയുന്നത്. Communication is based on interactions with our environments. Prehistoric men developed the ability to interact with their 5 sensory channels. They used signs, symbols, and body language to communicate. Okay, this system is called non-verbal communication. ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള സയൻസ്, അതിനകത്ത് വരുന്നതാണ് എന്താണ്? നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് മെൻ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണല്ലേ അന്ന് നടന്നിരുന്നത്. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ അല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് സയൻസ് ഉപയോഗിച്ചിട്ടുള്ള, ആംഗ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Okay, then ancient men slowly developed a language, giving particular meaning to the sounds they produced on various occasions. It was very crude form of oral or verbal communication. പിന്നീട് എന്താണ്, അവർ സ്ലോലി ഒരു ലാംഗ്വേജ്, അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിലൂടെയൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് ഓറൽ അല്ലെങ്കിൽ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ
To make their verbal interactions effective, sounds were blended with gestures and postures. Okay, അവരുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി, ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി അവരുടെ സൗണ്ട്സ് അവർ ബ്ലെൻഡ് ചെയ്തു വിത്ത് ഈ ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സിലൂടെ, അതായത് നമ്മുടെ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീര ചലനങ്ങളിലൂടെ ഒക്കെ, ബോഡി ലാംഗ്വേജിലൂടെ അവരതിനെ കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈവൻ ടുഡേ ബോഡി ലാംഗ്വേജ് അക്കമ്പനീസ് മെനി ഓഫ് അവർ വെർബൽ ഇൻട്രാക്ഷൻസ് in the form of pitch variations of sound, gestures, dress codes, use of space and so on. നമുക്കറിയാം ഇന്നും ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ ബോഡി ലാംഗ്വേജിലൂടെ, അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് ഒരു തരം കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ സീ യു സൂൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കൈ വീശി കാണിക്കുന്നത് ഒരു തരം കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ് കോഡ്സ്, അതായത് നമ്മളൊരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സല്ല നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ വെയർ ചെയ്യുക, ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ വെയർ ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ബോഡി ലാംഗ്വേജിന് ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിനും ഒരുപാട് എക്സാമ്പിൾസ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. Then the social life required systematic and permanent forms of communication. The idea of preservation gave birth to carvings and paintings on cave walls. They are called petroglyphs. Okay. പണ്ട് കാലത്ത് എന്താണ്, ഗുഹാചിത്രങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്സും ഒക്കെ ആയിരുന്നു ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിന് പെട്രോഗ്ലൈഫ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. Around 7000 BC, the mode of communication further developed into pictographics. It was the method of conveying an idea by drawing a series of pictures. Okay, pictographics എന്ന് പറയുന്നത് എന്താണ്, അറൗണ്ട് 7000 BCയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു സീരീസ് ഓഫ് പിക്ചേഴ്സിലൂടെ ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയാണ് പിക്ടോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. Then symbols used in ideographic stages slowly paved the way for the origin of individuals' letters. Simultaneously, grammar system was also developed in various ways in different parts of the world. During this era of writing, people abundantly produced manuscripts using papyrus, animal skins, palm leaves and similar materials. Okay. അതായത് പണ്ട് കാലത്തെ മനുഷ്യന്മാർ എന്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, പാം ലീവ്സ്, അതായത് പാപ്പറസ്. ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്നത് പാപ്പറസ് ആയിരുന്നു. അത് ഒരു ഇലയാണ്. അതിനകത്ത് എഴുതിയിട്ടായിരുന്നു ഈ നമ്മുടെ ഗ്രാമറും ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിട്ടായിരുന്നു ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആനിമൽ സ്കിൻസിനകത്ത് എഴുതിയിരുന്നു ഡ്യൂറിങ് ദിസ് എറ ഓഫ് റൈറ്റിംഗ്. നമുക്കറിയാം പാപ്പറസിന് എക്സാമ്പിളാണ് നമ്മുടെ നാട്ടിലെ താളിയോലകൾ അല്ലേ. മിക്ക ആളുകളും താളിയോലകൾ കണ്ടിട്ടുണ്ടായിരിക്കും. Then religious propagation and spread of education necessitated the duplication of written texts. Thus printing was started using stone or wooden blocks. The Chinese produced the first block printed book, Hiraka Sutra, Diamond Sutra, in 868 AD. ഓക്കെ, അതായത് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ റിലീജിയസ് പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡൊക്കെ വന്ന സമയത്ത് അവിടെ റിട്ടൺ ടെക്സ്റ്റുകളുടെ ഒരു ആവശ്യകത വന്നു. അതുപോലെ തന്നെ അങ്ങനെയാണ് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. വുഡൻ ബ്ലോക്സിലാണ് ആദ്യം പ്രിൻറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ചൈനീസുകാരാണ് ഫസ്റ്റ് ബ്ലോക്ക് പ്രിൻറ്റഡ് ബുക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ പേര് ഹിരാക സൂത്ര എന്നാണ്, ഡയമണ്ട് സൂത്ര, ഇൻ 868 AD. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ മോഡേൺ എറ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വേവ്, ദ ഏജ് ഓഫ് പ്രിൻറ്റ്. It was in 1456 that Johannes Gutenberg of Mainz, Germany, invented movable types from an alloy of lead
tin and antimony. These types were lightweight, strong and durable. He developed a method of printing with mass-producing movable types, oil-based ink and wooden printing press. The first book he published using his machine is the famous 42-line Bible. Okay. 1456 ജോഹന്നാസ് ഗുട്ടൻബർഗ് മൂവബിൾ ടൈപ്സ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ് വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ചടി യുഗം ഒന്നാം യുഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ യന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം ആദ്യമായിട്ട് അച്ചടിച്ച പ്രധാനപ്പെട്ട പുസ്തകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 42 ലൈൻ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് സെക്കൻഡ് വേവിൽ ദ ഏജ് ഓഫ് സിഗ്നൽസ്. The next stage in communication technology starts with the invention of telegraph by Samuel F.B. Morse. സാമുവൽ എഫ് പി മോഴ്സ് ആണ് ടെലിഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, it is defined as any system that allows the transmission of enclosed information by signals across a distance. ഒരു അകലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ടെലിഗ്രാഫ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് ദ ഏജ് ഓഫ് സിഗ്നൽസ്. ഓക്കെ, ഏജ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. Other major advances during this stage were telephone, photography, radio, cinema and television. ഈ സമയത്ത് തന്നെയാണ്, ഈ സെക്കൻഡ് വേവിൽ തന്നെയാണ് ടെലിഫോൺ, ഫോട്ടോഗ്രാഫി, റേഡിയോ, സിനിമ ആൻഡ് ടെലിവിഷനൊക്കെ വന്നത്. ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലിഫോൺ കൊണ്ടുവന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. ദെൻ ദ ഫസ്റ്റ് ബൈ ഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് ബൈ Bell and his friend Watson was made on March 10th, 1876. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് ബെല്ലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും കൂടിയാണ് ആദ്യത്തെ ബൈ ഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് കൊണ്ടുവന്നത്. അതിനകത്ത് ടെലിഫോൺ വഴി ബെല്ല് പറഞ്ഞത് മിസ്റ്റർ വാട്സൺ കം ഹിയർ, ഐ വോണ്ട് ടു സീ യു എന്നുള്ള മെസ്സേജാണ് ആദ്യമായിട്ട് ടെലിഫോണിലൂടെ പാസ് ചെയ്തത് എന്ന് പറയുന്നു. Then first photograph was produced in 1826 by a French inventor Joseph Nicophore Niepce. ഓക്കെ, അദ്ദേഹമാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്തത്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം വൺ വേർഡായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡി ഫോറസ്റ്റ് ആണ് had interest in wireless telegraphy and invented audion tube in 1906. ഓക്കെ, ഓഡിയോൺ ട്യൂബ് കൊണ്ടുവന്നത് ഡി ഫോറസ്റ്റ് ആണ്. ദെൻ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ ഗൂഗ്ലിയൽമോ മാർക്കോണി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, ഇൻ 1901. ദെൻ ഓക്കെ, ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഇതെല്ലാം വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ തേർഡ് വേവ് ദ ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ. ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടർ ആസ് എ മെഷീൻ capable ഓഫ് സ്റ്റോറിങ്, റിട്രീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ലെഡ് ടു മെഷീൻ ബേസ്ഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അതായത് തേർഡ് വേവാണ് ദ ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ എന്ന് പറയുന്നത്. ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. അതായത് വേവുകൾ ചോദിച്ചിട്ട് ഈ വേവിനെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ദ ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ എന്ന് പറയുന്നത് ഏത് വേവാണ്, ഫസ്റ്റ് വേവാണോ, സെക്കൻഡ് വേവാണോ, തേർഡ് വേവാണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇതിനകത്തുനിന്ന് വരാവുന്നതാണ്. ഇവിടെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷൻ വരുന്നത്. ദെൻ ആരാണ് കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തത്? ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്, നമുക്കറിയാം. അദ്ദേഹമാണ് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ കോൾഡ് ദ ഡിഫറൻസ് എൻജിൻ ഇൻ 1822 അദ്ദേഹമാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇനിയാക് എന്ന ഒരു ഇതിവിടെ പറയുന്നുണ്ട്, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഫുൾ ഫോം എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കട്ടോ, എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഫോർത്ത് വേവ് ദ ഏജ് ഓഫ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക്. ഫോർത്ത് വേവാണ് ഏജ് ഓഫ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. The age of satellites began with the launch of Sputnik, the first artificial satellite by the erstwhile Soviet Union on October 4, 1957. 1957 ഒക്ടോബർ 4 October
എന്താണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള സ്പുട്നിക് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ EduSat. It is India's first communication satellite dedicated exclusively for education services. അതൊരു ചോദ്യമായിട്ട് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എഡ്യൂക്കേഷൻ സർവീസസിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണ് എന്നുള്ള ചോദ്യം എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. Then the first satellite television signal was relayed from Europe to the Telstar satellite over North America in 1962. അതൊക്കെ വർഷങ്ങളും എല്ലാം ഒന്ന് മനസ്സിൽ പഠിച്ചു വയ്ക്കുക. ദെൻ ദിസ് DTH, എന്താണ് DTH, അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റ് ടു ഹോം, അതെല്ലാം ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് ഫിഫ്ത്ത് വേവ് ആണ്. ദ ഏജ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് ഫിഫ്ത്ത് വേവിനെ പറയുന്നത്. ദ ഫിഫ്ത്ത് വേവ്, ദ ഏജ് ഓഫ് നെറ്റ്വർക്ക്സ്, ബിഗാൻ വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ്. ഓക്കെ, ദ ഇൻ്റർനെറ്റ് ഈസ് ദി നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ദാറ്റ് കണക്ട്സ് ബില്യൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ബില്യൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലേ. തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അർപ്പാനെറ്റ്, അതിൻ്റെ ഫുൾ ഫോം അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്, അതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then bye, have a nice day.